ആ തല വെട്ടിമാറ്റാൻ ഒരു നിമിഷമേ വേണ്ടി വന്നുള്ളൂ. എന്നാൽ അതുപോലൊരു തല ഇനിയും ഉയർന്നു വരാൻ നൂറ്റാണ്ടുകൾ വേണ്ടി വന്നേക്കും. 1794 ഗില്ലറ്റിൻ ഉപയോഗിച്ച് ഒരു ശാസ്ത്രജ്ഞനെ ശിരച്ഛേദം ചെയ്തതറിഞ്ഞ് ഗണിതശാസ്ത്രജ്ഞനായ ലാൻഗ്രജെ പറഞ്ഞ വാക്കുകളാണിത്. രസാന്ത്രത്തിൻ്റെ പിതാവ്, രസാന്ത്രത്തിൽ തുലാസ് കൊണ്ടുവന്നയാൾ. രസാന്ത്രത്തിൽ അന്നുണ്ടായിരുന്ന പല അബദ്ധധാരണകളെയും തിരുത്തിക്കുറിച്ച മഹാനായ ആ ശാസ്ത്രജ്ഞൻ ഇത്രയും ക്രൂരമായൊരു വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ടു. ഇന്നത്തെ നമ്മുടെ വീഡിയോ രസാന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൻറ്റോയിൻ ലവോസിയെക്കുറിച്ചുള്ളതാണ്. വെൽക്കം ടു മൈ ചാനൽ ലൈഫ് അൺസ്ക്രിപ്റ്റഡ്. ആധുനിക രസാന്ത്രത്തിൻ്റെ പിതാവ് ആൻറ്റോയിൻ ലവോസിയെ ജനിച്ചത് 1743 പാരീസിലാണ്. പാരീസിലെ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച ലവോസിയെ വക്കീൽ പഠനം പൂർത്തിയാക്കി. എന്നാൽ പ്രാക്ടീസിന് പോയില്ല. പകരം ഗവേഷണങ്ങളിൽ മുഴുകുകയായിരുന്നു ചെയ്തത്. ജിപ്സം എന്ന പദാർത്ഥത്തിൻ്റെ ഭൗതിക രാസഗുണങ്ങളെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്തുകയും ഇതേ സംബന്ധിച്ച പ്രബന്ധം ഫ്രഞ്ച് അക്കാദമി ഓഫ് സയൻസിൽ അവതരിപ്പിക്കുകയും ചെയ്തതോടുകൂടി ശാസ്ത്രത്തിൽ ലവോസിയുടെ വഴിയിൽ കൂടുതൽ നേട്ടങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. പിന്നീട് തെരുവ് വിളക്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പഠനങ്ങളിൽ മുഴുകുകയും അതിൽ വിജയം കൈവരിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തുന്നതും ആളുകൾ കൂടുതൽ അദ്ദേഹത്തെ തിരിച്ചറിയാൻ തുടങ്ങിയതും. 21-ാം വയസ്സിലായിരുന്നു ജിപ്സം എന്ന പദാർത്ഥത്തിൻ്റെ രാസഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയും പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് പ്രശസ്തിയിലെത്തുകയും മാരി ആനിനെ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് രാജകുടുംബത്തിൽ നിന്നും നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ട് ഒരു ജോബ് ഓഫർ വരുന്നത്. ആ ജോലി അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ആ ജോലി സ്വീകരിച്ചത് പിൽക്കാലത്ത് ഒരു വൻ ദുരന്തത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പദാർത്ഥങ്ങൾ ജ്വലിക്കുമ്പോൾ അവയിൽ നിന്ന് ഫ്ലോജിസ്റ്റൺ എന്നൊരു പദാർത്ഥം പുറത്തു വരും എന്നതായിരുന്നു ജ്വലനത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വിശ്വാസം. അങ്ങനെയെങ്കിൽ ജ്വലനത്തിന് ശേഷം ആ ഒരു പദാർത്ഥത്തിൻ്റെ ഭാരം കുറയണം എന്ന് ലവോസിയെ ചിന്തിച്ചു. പക്ഷേ അദ്ദേഹം പരീക്ഷണം നടത്തി നോക്കിയതിന് ശേഷം മനസ്സിലായത് പദാർത്ഥത്തിൻ്റെ ഭാരം കൂടുകയാണ് ചെയ്തതെന്നാണ്. അതിനാൽ വായുവിലുള്ള ഏതോ ഒരു വാതകവുമായി കൂടി ചേരുകയാണ് പദാർത്ഥം എന്നൊരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം എത്തുകയാണ് ചെയ്യുന്നത്. ജോസഫ് പ്രീസ്ലി കണ്ടുപിടിച്ച ഓക്സിജൻ തന്നെയാണ് ഈ ഒരു വാതകം എന്നൊരു നിഗമനത്തിൽ അദ്ദേഹം എത്തുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഫ്ലോജിസ്റ്റൺ സിദ്ധാന്തം അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. വസ്തുനിഷ്ഠമായ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നിഗമനങ്ങളിൽ എത്തിച്ചേർന്നത്. പ്രാഥമിക രസതന്ത്രം, നാമകരണം എന്നിങ്ങനെ രസതന്ത്രത്തിൽ ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായിട്ടുള്ള 2 ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. ഇതുപോരാതെ മൂലകങ്ങളെ തരംതിരിക്കാനും വർഗീകരിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത് ലവോസിയാണ്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങൾ എന്നും തരംതിരിച്ചു. പോരാത്തതിന് മൂലകങ്ങളെ സൂചിപ്പിക്കാനായിട്ട് അവർക്കൊരു നാമകരണം വേണം എന്നൊരാശയം മുന്നോട്ട് വെച്ചതും അദ്ദേഹമാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾക്ക് ആ പേര് നൽകിയതും ലവോസിയെ തന്നെ. വജ്രം എന്നത് കാർബണിൻ്റെ രൂപാന്തരമാണ് എന്ന് കണ്ടുപിടിച്ചതും ലവോസിയെ തന്നെ. 1789 ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. രാജവാഴ്ചക്കാലത്തെ ഉദ്യോഗസ്ഥരെല്ലാം വേട്ടയാടപ്പെട്ടു. രാജഭരണത്തിന് കീഴിൽ നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥനായതായിരുന്നു ലവോസിയെ ചെയ്ത കുറ്റം. അതിൻ്റെ പേരിൽ അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഇതിനു പിന്നിൽ നീചമായൊരു പകപോക്കലിൻ്റെ കഥ കൂടി ഉണ്ടായിരുന്നു. ജാങ് പോൾ മാര ആയിരുന്നു വില്ലൻ. ജാങ് പോൾ മാര ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ലവോസിയെ ഫ്രഞ്ച് അക്കാദമി ഓഫ് സയൻസിൻ്റെ അധ്യക്ഷനായിരുന്ന സമയത്ത് മാര അവിടുത്തെ അംഗത്വത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മതിയായ യോഗ്യതകൾ ഇല്ലെന്ന കാരണം കൊണ്ട് ലവോസിയ ആ ഒരു അപേക്ഷ തള്ളി. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയക്കാരനായി മാറി. മാരയുടെ ഇടപെടലാണ് ലവോസിയെ വധശിക്ഷയിലേക്ക് നയിച്ചത്. ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. അദ്ദേഹം മഹാനായ ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കരുത് എന്ന ആവശ്യവുമായി നിരവധി പേർ മുന്നോട്ട് വന്നു. എന്നാൽ റിപ്പബ്ലിക്കിന് ശാസ്ത്രജ്ഞരെ ആവശ്യമില്ല എന്നായിരുന്നു അവർ വിധിച്ചത്. ശാസ്ത്രലോകത്തിന് എന്നും വേദനയുണർത്തുന്ന ഓർമ്മയാണ് ലവോസിയയുടെ അന്ത്യം.